നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണ തങ്ങളുടെ ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഗോൾ വർഷം നടത്തിക്കൊണ്ടാണ് വിജയിച്ചു കയറിയിരിക്കുന്നത്. സ്വിസ് ക്ലബായ യങ് ബോയ്സിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. റോബർട്ട് ലെവൻഡോസ്കി ഇരട്ട ഗോളുകളുമായിട്ട് തന്റെ ഗോളടി മേളം തുടരുമ്പോൾ റാഫീഞ്ഞ തന്റെ മിന്നും ഫോം തുടരുകയാണ്. ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം പൊളിച്ചടുക്കി. ഒപ്പം ഇനീഗോ മാർട്ടിനസും ഗോളും അസിസ്റ്റും സ്വന്തമാക്കി. ശേഷിക്കുന്ന ഗോളിൽ യങ് ബോയ്സ് താരം കമേറയുടെ ഓൺ ഗോളായിരുന്നു. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കി, അദ്ദേഹത്തോടൊപ്പം റാഫീഞ്ഞ, ലാമിൻ യമാൽ, ഒപ്പം ടോറസ് എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഹൻസി ഫ്ലിക്ക് തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ 8ാമത്തെ മിനിറ്റിൽ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ FC ബാഴ്സലോണ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. തുടർന്ന് 34ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞ തന്റെ ഗോൾ കണ്ടെത്തുകയുണ്ടായി. 37ാമത്തെ മിനിറ്റിൽ ഇനീഗോ മാർട്ടിനസിന്റെ ഗോളും വന്നതോടെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് FC ബാഴ്സലോണ കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ റോബർട്ട് ലെവൻഡോസ്കി തന്റെ ബ്രേസ് പൂർത്തിയാക്കി. 51ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. ഒടുവിൽ 81ാമത്തെ മിനിറ്റിൽ കമേറയുടെ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ ജയം ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നു. UCL-ലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മൊണോക്കോയോട് തോറ്റ ബാഴ്സക്ക് ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു. ഇതോടുകൂടി കളിച്ച 2 കളികളിൽ നിന്ന് 3 പോയിന്റുമായിട്ട് നിലവിൽ UCL-ന്റെ പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ബാഴ്സലോണ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.